നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏകദേശം 5 മാസങ്ങൾക്ക് മുൻപ് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തിയ വലിയ ഭീകരമായ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹസൻ നസ്രുള്ള ഹിസ്ബുള്ള നേതാവിന്റെ സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ച പൂർത്തീകരിച്ചു. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു വലിയ ചടങ്ങിൽ ഇസ്രയേലി പോർമുനകളെത്തിയതിൻ്റെ ഭീതിയിലാണ് ഇപ്പോൾ തീവ്രവാദ ഗ്രൂപ്പ്. ഒരു തീവ്രവാദ ഗ്രൂപ്പിൻ്റെ യുഗത്തിൻ്റെ അവസാനം തന്നെയാണ് നസ്രല്ലയുടെ മരണത്തിലൂടെ അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഏറ്റവും ഭയപ്പാടുയർത്തിയത് ഈ മരണാനന്തര ചടങ്ങിലടക്കം ഇസ്രയേലിൻ്റെ രഹസ്യ സംഘത്തിൻ്റെ സാന്നിധ്യം തന്നെയായിരുന്നു. അവിടെ കാണപ്പെട്ട രീതിയിൽ പോർമുനകൾ എത്തിയതിനെക്കുറിച്ചായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെയാണ് നെതന്യാഹുവിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്കുകളും എടുത്തു പറയേണ്ടത്. ഏതു നിമിഷവും യുദ്ധം പുനരാരംഭിക്കാൻ ഇസ്രയേൽ തയ്യാറാണ്. IDF ഗ്രൗണ്ട് ഫോഴ്സ് കോമ്പാക്ട് ഓഫീസേഴ്സ് കോമ്പാക്ട് കോഴ്സിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇക്കാര്യം എടുത്തു പറഞ്ഞത്. ഹമാസിന്റെ സംഘടിത ശക്തികളിൽ ഭൂരിഭാഗത്തെയും ഉന്മൂലനം ചെയ്തു കഴിഞ്ഞു. ഇസ്രയേൽ വിജയം കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ ബന്ദികളെ സുരക്ഷിതമായി എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് തങ്ങളിപ്പോൾ. ഗാസയുടെ സൈനിക സേനയെ പൂർണ്ണമായും തകർക്കും. അതിപ്പോൾ ഏത് രാജ്യത്തെ ശക്തികളായിരുന്നാലും അവരെയും ഉന്മൂലനം ചെയ്യും. ഗാസ ഭരിക്കാനായി ഒരു തീവ്രവാദ ശക്തികളെയും പ്രത്യേകിച്ച് ഹമാസിനെ അനുവദിക്കില്ല. നമ്മൾ എന്തിനു വേണ്ടി പോരാടുന്നു, ആർക്കെതിരെ പോരാടുന്നു എന്നുള്ളത് എപ്പോഴും ഓർമ്മിക്കപ്പെടുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. വല്ലാതെ ഹിസ്ബുള്ളയെ തടർത്തിയ ഒരു ആക്രമണം തന്നെയായിരുന്നു ഇസ്രയേൽ വ്യോമാക്രമണത്തിലൂടെ അവരുടെ തലവനെ ഇല്ലാതാക്കിയത്. ഒരു നിര നേതാക്കളെ തന്നെയാണ് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂതികൾക്കുമൊക്കെ ഈ ആക്രമണത്തിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ശക്തി പ്രകടനം നടത്താൻ ഉദ്ദേശിച്ച തീവ്രവാദ ഗ്രൂപ്പിന് വലിയ തലവേദനയായി തന്നെയാണ് ഇസ്രയേലിൻ്റെ സാന്നിധ്യവും അവിടെ ഉണ്ടായിരിക്കുന്നത്. സംസ്കാര ചടങ്ങിനിടയിൽ തെക്കൻ കിഴക്കൻ ലബനിലെ പല മേഖലകളിലായി ഇസ്രയേലിൻ്റെ ആക്രമണം കടുത്തു എന്നുള്ള റിപ്പോർട്ടുകളും പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ തന്നെ ആയുധ ശേഖരത്തിൽ ആക്രമണം നടത്തി അവർക്ക് വലിയൊരു മുന്നറിയിപ്പ് ഇതിൽ നൽകിയിരിക്കുന്നുവെന്നാണ് ഇസ്രയേൽ സൈന്യം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. നസ്രല്ലയുടെ ശവപ്പെട്ടിയുടെ അനാച്ഛാദന ചടങ്ങ്, അതിന് തൊട്ട് പിറകെ ഇസ്രയേലി പോർമുനകളുടെ ഒരു രൂപീകരണ നീക്കം ആ മേഖലയിലുണ്ടായി. സംസ്കാര ചടങ്ങ് നടക്കുന്ന പ്രധാന സ്ഥലത്തിന് മുകളിലൂടെ വളരെ താഴ്ന്നു പറന്നാണ് ഇസ്രയേൽ സൈന്യം പോയത്. അതിലൂടെ വ്യക്തമായൊരു സന്ദേശം, ഒരു ക്ലിയർ കട്ട് മെസ്സേജ് തന്നെയാണ് ഇസ്രയേൽ ഹിസ്ബുള്ളയ്ക്ക് നൽകുന്നത്. ഇനി ഒരടി പോലും മുന്നോട്ട് കുതിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ആ മെസ്സേജ്. നസ്രല്ലയുടെ മരണത്തിന് പിന്നാലെ ആ കൊലപാതകം എങ്ങനെ സംഭവിച്ചു, ആക്രമണം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇസ്രയേൽ സേന ഞായറാഴ്ച തന്നെ പുറത്തുവിട്ടിരുന്നു. ചടങ്ങ് തുടങ്ങി ബെയ്റൂട്ടിലെ ഏറ്റവും വലിയ സ്റ്റേഡിയത്തിൽ 10,000-കണക്കിന് ആളുകളാണ് ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തിയത്. തെരുവുകളൊക്കെ തന്നെ നിറഞ്ഞു കവിഞ്ഞു. നേതാവിൻ്റെ ശവകുടീരത്തെ, അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലത്തെ അവസാനമൊന്ന് കാണാൻ ഒട്ടനവധി ഹിസ്ബുള്ള പ്രവർത്തകരാണ്, നേതാക്കളാണ് ബെയ്റൂട്ടിലേക്ക് എത്തിയത്. വിലാപയാത്രക്കാർ, നിരവധി ആളുകൾ റോഡ് നീളെ നസ്രല്ലയുടെ തലപ്പാവിൽ സ്പർശിക്കുകയും ഹിസ്ബുള്ള പുതച്ച ശവപ്പെട്ടിക്ക് മുകളിൽ സ്കാർഫുകളും മറ്റും വയ്ക്കുകയും ഒക്കെ ചെയ്തു. ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ നെയിം ഖാസിം വളരെ ദൂരെ നിന്നും വിലാപ യാത്രയ്ക്കിടയിൽ അഭിസംബോധന നടത്തിയിരുന്നു. നമ്മളെല്ലാവരും കൊല്ലപ്പെട്ടാലും നസ്രല്ലയുടെ പാതയിൽ തന്നെ തുടരുമെന്ന് പ്രതിജ്ഞ എടുക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒക്ടോബർ തുടക്കത്തിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ ഗ്രൂപ്പിനെ ഹിസ്ബുള്ളയെ നയിച്ച നസ്രല്ലയുടെ പിൻഗാമി ഹാഷിം സഫീദിനെയും ഞായറാഴ്ചത്തെ ചടങ്ങിൽ അനുസ്മരിച്ച് പറഞ്ഞിരുന്നു. ഒരു നിര നേതാക്കളെ മുഴുവൻ ഇല്ലാതാക്കിയ ഇസ്രയേലിൻ്റെ നീക്കത്തിൽ പകച്ച് ഇപ്പോഴും ഹിസ്ബുള്ള എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. നസ്രല്ലയുടെ കൊലപാതകത്തിന് പിന്നാലെ ഒരു സ്വകാര്യ ചടങ്ങിൽ രഹസ്യമായി അടക്കം ചെയ്തുവെന്നാണ് ഹിസ്ബുള്ള നേരത്തെ അറിയിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം തന്നെ ലെബനന്റെ സൈനിക പ്രചാരണ ഗ്രൂപ്പിൻ്റെ ഉന്നത നേതാക്കളെ ഒക്കെ തന്നെ ഇസ്രയേൽ തുടച്ചു നീക്കിയിരുന്നു. ആയിരക്കണക്കിന് പോരാളികളെയാണ് അന്ന് കൊലപ്പെടുത്തിയത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അടക്കം ഞായറാഴ്ചയാണ് ഹിസ്ബുള്ള ഔപചാരികമായി നടത്തിയത്. വളരെ ദുർബലമായ അവസ്ഥയിലൂടെ ഹിസ്ബുള്ള കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണമായി മാറിയത് ഇസ്രയേൽ എന്ന ഒരു കുഞ്ഞൻ രാജ്യവും. ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിൽ കഴിഞ്ഞ നവംബറിൽ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞു. മാസങ്ങൾ നീണ്ട യുദ്ധം അങ്ങനെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോഴും പലയിടത്തും പല പൊട്ടിത്തെറികളും നടക്കുന്നു. ഹിസ്ബുള്ള തന്നെയാണ് ലക്ഷ്യമെന്ന് ഇസ്രയേൽ ഇപ്പോഴും പറയുന്നു. ഒരു തരത്തിലും ഇതിനെ അവസാനിപ്പിക്കുകയല്ല, പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നസ്രല്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1982 മുതൽ ഗറില്ല പോരാളികളുടെ ഒരു വലിയ ഗ്രൂപ്പിൽ 4 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു ശക്തിയായി മാറിയ തീവ്രവാദ ഗ്രൂപ്പാണ് ഹിസ്ബുള്ള.
ആ ഹിസ്ബുള്ളയുടെ തലവൻ ഒരു യുഗത്തിൻ്റെ തന്നെ അവസാനമായി നസ്രുള്ളയുടെ മരണത്തെ അടയാളപ്പെടുത്താം. 92-ൽ 32-കാരനായ പുരോഹിതനായ സായുധ സംഘത്തിൻ്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. 22 വർഷത്തെ അധിനിവേശം അവസാനിപ്പിച്ച് 2000-ൽ ഇസ്രയേൽ സൈന്യത്തെ രാജ്യത്തു നിന്നും പുറത്താക്കിയ തെക്കൻ ലെബനനിൽ ഗറില്ല ക്യാമ്പയിൻ്റെ അധ്യക്ഷനായി നസ്രുള്ള മാറി. അന്നു മുതൽ ഇന്ന് വരെ 25 വർഷത്തെ പകയാണ് കഴിഞ്ഞ വർഷം ഇസ്രയേൽ തീർത്തത്. 2006-ൽ ഇസ്രയേലിനെതിരായ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിൽ ഹിസ്ബുള്ള പോരാളികളെ ഭീകരരെ നയിച്ചത് നസ്രുള്ളയായിരുന്നു. ലെബനൻ്റെ ഭൂരിഭാഗം മേഖലകളും നശിപ്പിച്ചുവെങ്കിലും ഗ്രൂപ്പിനെ തകർക്കുക എന്ന ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തെ പരാജയപ്പെടുത്താൻ നസ്രുള്ളയ്ക്ക് സാധിച്ചു. ഇറാഖ്, യമൻ, സിറിയ എന്നിവിടങ്ങളിൽ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ നസ്രുള്ളയുടെ സൈന്യമാണ് ഇറാൻ്റെ പിന്തുണയോടെ അവിടെ വിമത ഗ്രൂപ്പിനു വേണ്ടി ശക്തമായ തേർ നയിച്ചത്. ടെഹ്റാൻ്റെ പിന്തുണ വർദ്ധിപ്പിച്ചു, മുന്നോട്ട് നീങ്ങി. ഇറാൻ്റെ ഒരു പ്രോക്സിയായി എക്കാലവും അറിയപ്പെട്ടു. 2023 ഒക്ടോബർ 7-ന് അന്ന് 1200-ലധികം ഇസ്രയേലി പൗരന്മാരെ കൊന്നൊടുക്കി ഹമാസ് നടത്തിയ നരനായാട്ട്, അവരുടെ ആക്രമണം, പിന്നീട് ബന്ദികളെ പിടിച്ചുകൊണ്ടുപോയി 250-ലധികം ആളുകളെ പിടിച്ചുകൊണ്ടുപോയി, നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ഇതൊക്കെ തന്നെ ഹിസ്ബുള്ളയുടെ തലവര മാറ്റിയ സംഭവമായിരുന്നു. ഒരിക്കലും നസ്രുള്ള ഒരു കാലത്തും വിചാരിച്ചിട്ടുണ്ടാകില്ല ഹമാസ് നടത്തിയ ആ അബദ്ധ നീക്കം തൻ്റെ മരണത്തിന് പോലും, തൻ്റെ നേതാക്കളുടെ മരണത്തിന് പോലും കാരണമാകുമെന്ന്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നസ്രുള്ളയും ഒരു നിര നേതാക്കളും അവരുടെ കമാൻഡർ തല നേതാക്കളും ഒക്കെ തന്നെ ഇല്ലാതായിരിക്കുന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്നും വ്യക്തമായൊരു പിന്തുണ പോലും ലഭിക്കാതെ ജീവന് വേണ്ടി നെട്ടോട്ടമോടുകയാണ് ഹിസ്ബുള്ള നേതാക്കളും. ഇനി ഹിസ്ബുള്ളയുടെ ഭാവി എന്ത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇസ്രയേലാണെന്നുള്ള സൂചനയാണ് നെതന്യാഹു അടക്കം നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.